എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമൃതവല്ലി. ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ സംഭവിച്ച ഒരു പ്രധാന അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ ഡിസംബർ 16, 2010 ആരംഭിച്ചതാണ്. കോവിഡ് പാൻഡമിക് സമയത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ വേറെ വീഡിയോസും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബ് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു അറിവുമില്ലായിരുന്നു. സ്കൂൾ വീഡിയോസ് മാത്രമല്ലാതെ പുറത്തു നിന്ന് കിട്ടുന്ന ഏതെങ്കിലും യൂസ്ഫുൾ വീഡിയോസ്, ഫൺ വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അതിൽ ഏതോ ഒരു വീഡിയോയ്ക്ക് എനിക്ക് വാർണിംഗ് മെസ്സേജ് കിട്ടി. മെസ്സേജ് ഇപ്രകാരമായിരുന്നു: യുവർ കണ്ടന്റ് വാസ് റിമൂവ്ഡ് ഡ്യൂ ടു എ വയലേഷൻ ഓഫ് അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്. വീണ്ടും സ്കൂൾ വിദ്യാർത്ഥിയുടെ ഒരു വീഡിയോ ഇട്ടതിന് എനിക്ക് വാർണിംഗ് മെസ്സേജ് കിട്ടി. യൂട്യൂബ് മെസ്സേജിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം, അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞ് ട്രെയിനിങ് എടുത്താൽ വാർണിംഗ് മെസ്സേജ് നീക്കം ചെയ്യാമെന്ന്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ ഇതെല്ലാം നോക്കാതെ ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് വീഡിയോ ഡിലീറ്റ് ചെയ്താൽ അപ്പീൽ ചെയ്യാൻ സാധ്യമല്ല എന്ന്. ചിലപ്പോൾ അപ്പീൽ ചെയ്തിരുന്നാൽ ആ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ നിലനിൽക്കുമായിരുന്നു. അന്ന് എനിക്കത്ര അറിയില്ലായിരുന്നു. വീഡിയോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഉടനെ വീഡിയോ ഡിലീറ്റ് ചെയ്താളണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ നിരവധി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ടിപ്സ് കാണാറുണ്ടായിരുന്നു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വാർണിംഗ് മെസ്സേജ് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം എനിക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി, ചാനലിൽ നിന്നും വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് എന്ത് സംഭവിച്ചാലും. ഈ വിവരങ്ങളെല്ലാം വളരെ വളരെ വൈകിയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നവംബർ 1, 2025 ആണ് ഞാൻ യൂട്യൂബ് നൽകിയ ഓപ്ഷണൽ ട്രെയിനിങ് എടുത്ത് പൂർത്തിയാക്കിയത്. ട്രെയിനിങ് വളരെ എളുപ്പമായിരുന്നു. ചെറിയ ചെറിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. തരുന്ന ആൻസർ എല്ലാം വളരെ ശരിയാണെന്ന് തോന്നും. അപ്പോൾ ചില സമയം നമ്മളത് തെറ്റാക്കുകയും ചെയ്യും. തെറ്റാക്കിയാലും യൂട്യൂബ് അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് ശരിയായിട്ടുള്ള ആൻസർ എഴുതിക്കാൻ സമയം തന്നിരുന്നു. എനിക്ക് യൂട്യൂബിൻ്റെ കുറച്ച് പോളിസി കൂടുതൽ മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിച്ചു. എൻ്റെ ഈ അനുഭവം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ട്രെയിനിങ് എടുത്ത ശേഷം 3 മാസം കഴിഞ്ഞ് ഈ വാർണിംഗ് മെസ്സേജ് റിമൂവ് ചെയ്യുമെന്ന് മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. യുവർ വാർണിംഗ് വിൽ എക്സ്പയർ January 30th, 2026. സത്യത്തിൽ ഈ ട്രെയിനിങ് ഞാൻ ആദ്യമേ എടുക്കേണ്ടിയിരുന്നു. യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാത്തത് കൊണ്ടാണ് ഇത്രയും കാലമായി വാർണിംഗ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത്. ഫ്രണ്ട്സ്, നമ്മളിൽ എല്ലാവർക്കും നമ്മുടെ മാതൃഭാഷ നന്നായിട്ടറിയാം, അല്ലേ? പക്ഷേ ഇംഗ്ലീഷ് അത്ര തന്നെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നെ പോലെ പലർക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് നല്ല വശമുള്ളവരുടെ അടുത്ത് പോയി ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യൂട്യൂബിൽ തന്നെ യൂട്യൂബ് ടിപ്സ് കൊടുക്കുന്ന വീഡിയോസ് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൊല്ലം തോറും യൂട്യൂബ് സെറ്റിംഗ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോ ഇടുന്നതിൽ വാച്ച് അവേഴ്സ് കിട്ടും, പക്ഷേ വാലിഡ് വാച്ച് അവേഴ്സ് കിട്ടാൻ യൂട്യൂബിൻ്റെ നയം നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. യൂട്യൂബിൻ്റെ നയങ്ങൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാം. നമ്മുടെ ചാനൽ സുരക്ഷിതവും സജീവവുമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.